എന്തെങ്കിലും കേട്ടാലുടനെ പെട്ടെന്ന് ദേഷ്യം, മുൻകോപം, മൂക്കത്താണ് ചുണ്ടി എന്ന് പറയുന്നില്ലേ? ഇതുപോലുള്ള ദേഷ്യം വന്നിട്ട് വഴക്കുണ്ടായി, ആ വഴക്ക് കഴിഞ്ഞ ശേഷം മാറിപ്പോയിരുന്ന് കരയുക. കുറച്ച് കഴിഞ്ഞ് ആലോചിച്ച് നോക്കുമ്പോൾ ഇത്രയും ദേഷ്യപ്പെടേണ്ട കാര്യം ഉണ്ടായിരുന്നു, ഇത്രയും വഴക്കുണ്ടാക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു, ഇത് അത്ര നിസ്സാരമായ കാര്യത്തിന് ഓവറായിട്ട് വഴക്കുണ്ടാക്കി എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? മൂക്കത്ത് ശുണ്ടി എന്ന് പറയുന്നില്ലേ? മൂക്കത്താണ് ശുണ്ടി, മുൻകോപിയാണ്, പെട്ടെന്ന് ദേഷ്യം, ചെറിയ കാര്യത്തിന് പോലും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുക, ഓവറായിട്ട് ദേഷ്യപ്പെടുക. ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ചെറുപ്പകാലത്തുണ്ടായ ചില അനുഭവങ്ങൾ, അതിപ്പോൾ കുട്ടികളായിരിക്കുമ്പോൾ മാതാപിതാക്കളിൽ നിന്നുണ്ടായ ചില അനുഭവങ്ങളുടെ ആ ഒരു വേദനയും, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ നിന്നുണ്ടായ ചില അനുഭവങ്ങളുടെ വേദനയും, റിലേഷൻഷിപ്പിലിരിക്കുമ്പം അവരിൽ നിന്ന് കിട്ടിയ ചില ആ അനുഭവങ്ങളിൽ നിന്നുള്ള വേദനകളാകാം, അല്ലെങ്കിൽ ഇതിൽ നിന്നുള്ള വേദനകളാകാം, സുഹൃത്തുക്കള്, ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിൽ നിന്നുണ്ടായത്, ജോലിയിൽ നിന്നുണ്ടായത്, വേദനിപ്പിക്കുന്ന പല അനുഭവങ്ങളും ജീവിതത്തിന്റെ പല സാഹചര്യങ്ങളും നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പൊ പലരിൽ നിന്നും നമുക്ക് പല അനുഭവങ്ങൾ ഉണ്ടാവും. ഇതിൽ നമ്മളെ ഒരുപാട് വേദനിപ്പിച്ച കുറച്ച് ആൾക്കാരുണ്ടാവും. ഈ നമ്മളെ ആരെങ്കിലും വേദനിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്ത ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ആരും ദ്രോഹം ചെയ്ത്, നമ്മളെ കുറിച്ച് ആരെങ്കിലും നെഗറ്റീവ് മറ്റുള്ളത് പറഞ്ഞ്, അങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം പേരൻസിന്റെ കയ്യിൽ നിന്നുള്ള ചില അനുഭവങ്ങൾ, ചില തീരുമാനങ്ങൾ നമ്മുടെ ജീവിതത്തെ വഴിതെറ്റിച്ച് പോയി, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത് എന്നുള്ള ഒരു സങ്കടം നിങ്ങളുടെ ഉള്ളിൽ ചിലപ്പം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ചിലപ്പോൾ നമ്മളെ ചതിക്കുകയോ, ഇനി റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നിട്ട് അത് ബ്രേക്കപ്പായി, അപ്പൊ ആ ബ്രേക്കപ്പിൽ ഉണ്ടായ വേദന ഉണ്ടാകാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ചില വിഷയങ്ങൾ, അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരുടെ നിന്നുണ്ടായ അനുഭവങ്ങളോ ഒക്കെ ആയിട്ട് നമുക്ക് പല വേദനകളും നമ്മളെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ, ആ കിടക്കുന്ന വേദനകളാണ് നമുക്ക് ഈ മുൻകോപത്തിന് കാരണമായിട്ട് വരുന്നത്. അല്ലാതെ അന്നേരം ഉണ്ടായ ഒരു ഇൻസിഡന്റിന്റെ പുറത്തല്ല നമുക്ക് ഇത്രയും ദേഷ്യവും പൊട്ടിത്തെറിയും ഉണ്ടാകുന്നത്. അപ്പൊ നമുക്കുണ്ടായ അനുഭവങ്ങളുടെ ആ ദേഷ്യവും അവരോടുള്ള ആ പകയും ആണ് ഉള്ളിൽ കിടന്ന് പുകഞ്ഞിരിക്കുന്നത്. ചെറിയ കാര്യം പോലും ദേഷ്യം പുറത്തേക്ക് വരാനുണ്ട്. ആ പുറത്തേക്ക് വരുന്ന ദേഷ്യം എന്ന് പറയുന്നത് നമ്മുടെ മുന്നിൽ അപ്പോൾ ഉണ്ടായ ആ ഒരു ഇൻസിഡന്റിന്റെ പുറത്ത് മാത്രമല്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഞെട്ടിപ്പോകും. ചെറിയ കാര്യമല്ലേ പറഞ്ഞ്, ഇതിന് ഇത്രയും ഓവർ റിയാക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ, ഇത്രയും ദേഷ്യപ്പെടേണ്ട കാര്യമുണ്ടോ എന്ന് ആ വ്യക്തി ചിലപ്പം ചിന്തിച്ചു പോകും. ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ നമ്മൾ കൊണ്ടു നടക്കുമ്പം നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ, നമുക്ക് കരിയറിലായാലും, നമ്മുടെ റിലേഷൻഷിപ്പിലായാലും, കുടുംബജീവിതത്തിലായാലും, മക്കളോടുള്ള ഇടപഴകലായാലും, സമൂഹത്തിലെ മറ്റ് പല കാര്യങ്ങളിലായാലും നമ്മളെ നെഗറ്റീവായിട്ട് ആൾക്കാർ കാണാൻ തുടങ്ങും. അതായത് നിങ്ങളുടെ തലയിൽ നിങ്ങളൊരു ചാക്കെട്ട് മുറിച്ചും കുറെ ദേഷ്യവും പകയും എല്ലാം ചുമന്നുകൊണ്ട് നടക്കുമ്പം നിങ്ങൾ തന്നെയാണ് തളരുന്നത്. അതുകൊണ്ടാണ് രാവിലെ എണീക്കുന്നത് മുതൽ നിങ്ങൾ ഉറങ്ങുമ്പോഴും നിങ്ങളിത് ചുമക്കുന്നുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു ഉറക്കം പോലും കിട്ടത്തില്ല, നിങ്ങൾക്ക് ഒരാളെ സ്നേഹിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ ഒരാളെ സ്നേഹിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ആക്ട് ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് പ്രൊമോഷൻ കിട്ടുന്നില്ല, നിങ്ങളുടെ സാമ്പത്തിക രംഗം നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും, അവിടെ നിങ്ങൾക്ക് തൃപ്തി കിട്ടുന്നില്ല, നിങ്ങൾക്കൊരു യാത്ര പോയാൽ സന്തോഷമില്ല, നിങ്ങളൊരു ഫംഗ്ഷന് പോയാൽ നിങ്ങൾക്ക് സന്തോഷമില്ല, നിങ്ങൾക്ക് എല്ലായിടത്തും നിങ്ങൾക്ക് നെഗറ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് ആ ഒരു ഇങ്ങനെ കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നത്. ഇത് മറികടക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫൊർഗീവ് ചെയ്യുക, ക്ഷമിക്കുക. നിങ്ങൾ ഈ പറഞ്ഞ എന്തെല്ലാം അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് നിങ്ങൾ ഓരോന്നോരോന്നും ഓർത്തെടുത്ത് ആ ഓരോരോ സംഭവങ്ങളെയും നിങ്ങൾ ക്ഷമിക്കുക. ആ വ്യക്തികളോട് നിങ്ങൾ ക്ഷമിക്കുക, ആ വ്യക്തികൾക്ക് നിങ്ങൾ മാപ്പ് കൊടുക്കുക. അങ്ങനെ ഈ മാപ്പ് കൊടുക്കുമ്പോൾ നിങ്ങൾ പറയേണ്ടത് ഞാൻ നിങ്ങൾക്ക് മാപ്പ് തന്നു, നിങ്ങളോടുള്ള ദേഷ്യം എനിക്ക് കൊണ്ടു നടക്കേണ്ട കാര്യമില്ല, ഞാൻ ഇനി ഈ ദേഷ്യം കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്നില്ല, എൻ്റെ ശരീരത്തിലോ എൻ്റെ മനസ്സിലോ ഇതിൻ്റെ നെഗറ്റീവ് എനർജിയെ, ആ ദേഷ്യത്തെ ഞാൻ ഇല്ലാതാക്കുന്നു എന്നും പറഞ്ഞ് നിങ്ങൾ ഈ ദേഷ്യത്തെ, അല്ലെങ്കിൽ അവരോടുള്ള ആ ഒരു വെറുപ്പിനെ, ഇതിനെല്ലാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ മാറ്റിയെടുക്കുക. ഈ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന നിങ്ങൾക്കൊരു സമാധാനമുണ്ട്, നിങ്ങളുടെ മനസ്സിൽ ഒരു റിലീഫുണ്ട്, നിങ്ങൾക്കൊരു സന്തോഷം കിട്ടും. ഈ സന്തോഷം നിങ്ങളുടെ കുടുംബജീവിതത്തിലായാലും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇടയിലായാലും, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലായാലും നിങ്ങൾ അത് പ്രകടമാക്കാൻ സാധിക്കും. അതിലൂടെ നിങ്ങളുടെ ജീവിതം കൂടുതൽ മനോഹരമാകും.
നിങ്ങൾക്ക് കൂടുതൽ സ്നേഹിക്കാൻ പറ്റും. ഇവിടെ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ആ സ്നേഹം നിങ്ങൾക്ക് റിസീവ് ചെയ്യാൻ പറ്റും. നിങ്ങളുടെ സാമ്പത്തിക രംഗം ഉയരും. നിങ്ങൾക്ക് ഒരുപാട് അബണ്ടൻസ് നിങ്ങളിലേക്ക് എത്തും. നിങ്ങളുടെ ഭാഗ്യം തെളിയും. നിങ്ങൾക്ക് മക്കളോട് നല്ല രീതിയിൽ പെരുമാറാൻ പറ്റും. നിങ്ങളുടെ കുടുംബത്തിലെ മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറാൻ പറ്റും. ഈ ഫോർഗീവിങ് തെറാപ്പി എന്ന് പറഞ്ഞ ആ കാര്യം, അതിന് 1-2 മെത്തേഡുണ്ട് ഫോർഗീവിങ് തെറാപ്പി ചെയ്യുന്നതിന്. ആ ഫോർഗീവിങ് തെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ പകയും വിദ്വേഷവും ദേഷ്യവും വെറുപ്പും ഇതെല്ലാം നിങ്ങളുടെ ഉള്ളിലാണുള്ളത്. നിങ്ങൾ ആരോടാണോ വെറുപ്പ് അല്ലെങ്കിൽ ആരോടാണോ ദേഷ്യം നിങ്ങൾ കൊണ്ടു നടക്കുന്നത്, അവരൊരു പക്ഷേ ചിലതൊന്നും അറിയുന്നില്ല. പകരം നിങ്ങൾ അവരെക്കുറിച്ചുള്ള ആ ഓർമ്മകളും അവർ നൽകിയ ആ ഒരു പെയിനും നിങ്ങൾ വർഷങ്ങളായിട്ട് ക്യാരി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് അതിനകത്ത് ദോഷവശങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൻ്റെ അളവ് കൂടുന്തോറും നിങ്ങൾ ഡിപ്രഷനിലേക്കും അതിനുശേഷം നിങ്ങൾക്ക് പലവിധ അസുഖങ്ങളിലേക്കും ഒക്കെ നിങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു നെഗറ്റീവ് എനർജിയാണ് ഈ പറയുന്ന ദേഷ്യങ്ങളും പകയും വിദ്വേഷവും വെറുപ്പും എന്നൊക്കെ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് അനുഭവങ്ങളുണ്ടായാലും അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിരിക്കും. നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ പലവിധ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. അതിന് ചിലർ കാരണക്കാരായിട്ട് ഉണ്ടായിരിക്കും എന്ന് മാത്രം. അതിന് ചിലർ നിമിത്തമായിട്ട് വരുന്നു. ചില കാര്യങ്ങൾ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതിലൂടെ നിങ്ങൾ ചില കാര്യങ്ങൾ പഠിക്കണം. അതിനുവേണ്ടിയാണ് യൂണിവേഴ്സ് സാഹചര്യങ്ങളിലൂടെയും നിങ്ങളെ കടത്തിവിടുന്നത്. അതിലൂടെ നമ്മൾ ആ എക്സ്പീരിയൻസ് പഠിച്ചു, അതിൽ നിന്ന് ചില പാഠങ്ങൾ ഉൾക്കൊണ്ട് ആ എക്സ്പീരിയൻസ് നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ മുന്നോട്ടുള്ള ജീവിതം അതിനനുസരിച്ച് മാറ്റപ്പെടുത്തി നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് യൂണിവേഴ്സ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് അവർ പോയി. പക്ഷേ അവർ ചെയ്ത ആ ഒരു ഇൻസിഡൻറ്റ്, ആ ഓർമ്മകൾ നിങ്ങൾ ക്യാരി ചെയ്യുമ്പം നിങ്ങൾക്കാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ വരുന്നത്. അപ്പോൾ അതൊരിക്കലും ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഞാൻ ക്യാരി ചെയ്യുന്നില്ല, ഞാൻ കൊണ്ടു നടക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ ഒരു ദേഷ്യവും വിദ്വേഷവും വെറുപ്പും പകയും എല്ലാം നിങ്ങൾ മാറ്റി വെക്കുക. നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നിങ്ങളത് മാറ്റി വെക്കുമ്പോൾ നിങ്ങളവിടെ ഫ്രീ ആവും. ആ ഫ്രീ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത മുന്നോട്ടുള്ള സമയത്ത് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും സമൃദ്ധിയും എല്ലാം നിങ്ങളിലേക്ക് വന്നു ചെയ്യും. അപ്പോൾ ഇതൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഫോർഗീവിങ് തെറാപ്പി ചെയ്യുക. താങ്ക് യു.